പലസ്തീൻ ബാഗ് ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം? ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് വയനാട് MP പ്രിയങ്ക ഗാന്ധി. എന്നാൽ 4500 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഗാസയെ കാണാൻ കണ്ണുള്ള പ്രിയങ്കയ്ക്ക് മുറ്റത്ത് കിടന്നു മരിക്കുന്ന ബംഗ്ലാദേശ് ഹിന്ദുക്കളെ കാണാൻ കണ്ണില്ലേ എന്ന് കേന്ദ്രമന്ത്രി സിംഗ് ബാഗേൽ ചോദിച്ചു. ബിജെപി നടത്തുന്നത് പുരുഷാധിപത്യമാണ്. സാധാരണ പുരുഷാധിപത്യം ആണ് ഇത്തരം എതിർപ്പുകൾക്ക് പിന്നിലെന്നും പ്രിയങ്ക പറഞ്ഞു. ഞാനിപ്പോൾ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ആരാണ് തീരുമാനിക്കുക? ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് ആരാണ് തീരുമാനിക്കുക? ഞാനോ ബിജെപിയോ? പ്രിയങ്ക ചോദിച്ചു. സ്ത്രീകളും എന്ത് ധരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് സാധാരണ പുരുഷാധിപത്യമാണ്. ഞാൻ അതിന് കീഴടങ്ങുന്നില്ല, അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ പാർലമെന്റിൽ വലിയ ബഹളത്തിന് കാരണമായ ബാഗിനെ കുറിച്ച് ചോദിച്ചതിന് ശേഷം ബാഗ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയങ്ക പറഞ്ഞു, ഇതിനെക്കുറിച്ച് എൻ്റെ വിശ്വാസങ്ങൾ എന്താണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ട്വിറ്റർ ഹാൻഡിൽ നോക്കിയാൽ എൻ്റെ എല്ലാ അഭിപ്രായങ്ങളും അവിടെയുണ്ട്. വയനാട് MP ഇന്നലെ പാർലമെന്റിലേക്ക് കൊണ്ടുപോയ ബാഗിൽ പലസ്തീൻ എന്ന് എഴുതിയിരുന്നു. ഫലസ്തീനുമായുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായ തണ്ണിമത്തനും അതിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഫലസ്തീനെതിരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ മിസ് ഗാന്ധി വദ്ര ശബ്ദമുയർത്തിയിരുന്നു. കോൺഗ്രസ് എപ്പോഴും ഇസ്രയേലിനെതിരെയുള്ള നിലപാടാണ്. രാഹുൽ ഗാന്ധിയും സോണിയും പലസ്തീനൊപ്പമായിരുന്നു നിലപാടിൽ. ഇപ്പോൾ നെഹ്റു കുടുംബം ഒന്നാകെ പലസ്തീൻ ഹമാസ് പക്ഷത്തേക്ക് കഠിനമായ നിലയുറപ്പിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രയേൽ അനുകൂല വികാരം അലയടിക്കുന്ന ഇന്ത്യയിൽ ഇത് വിവാദമാവുകയാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷം ഇസ്രയേലിനെതിരെ നിലകൊള്ളുന്നു എന്നത് ഇസ്രയേലും നിരീക്ഷിക്കുന്നുണ്ട്. അധികം കളി തുടർന്നാൽ നെതന്യാഹു നിലപാട് വ്യക്തമാക്കും. അതിനാൽ തന്നെ ലോകം ചുറ്റിക്കറങ്ങുന്ന നെഹ്റു കുടുംബത്തിന്റെ തന്നെ അന്തർദേശീയ സുരക്ഷയിലേക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ വഴുതി വീണേക്കാം. കോൺഗ്രസ് MPയുടെ ബാഗ് അവരുടെ അനുയായികളിൽ നിന്ന് ആഹ്ലാദ പ്രകടനവും BJP MPമാരിൽ ഒരു വിഭാഗം വിമർശനങ്ങളും ഉളവാക്കി. BJPയിൽ നിന്നുള്ള രാജ്യസഭാ MP ഗുലാം അലി ഖത്താന പറഞ്ഞത് ഇങ്ങനെ: വാർത്തകൾക്ക് വേണ്ടിയാണ് ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ജനങ്ങളാൽ തിരസ്കരിക്കപ്പെടുമ്പോൾ അവർ അത്തരം നടപടികളിലേക്ക് തിരിയുന്നു. നോർത്ത് ഈസ്റ്റ് ഡൽഹി MP മനോജ് തിവാരി ശ്രീമതി ഗാന്ധി വധര മതപ്രീണനം നടത്തുന്നു എന്ന് ആരോപിച്ചു. കോൺഗ്രസ് പ്രീണനം നടത്തുന്നു. മുസ്ലിം സമുദായത്തിന് അവർ ഒരു ഗുണവും ചെയ്യുന്നില്ല. വോട്ട് നേടുന്നതിന് അവർ വ്യത്യസ്ത അജണ്ടകൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ തന്ത്രം രാജ്യത്തെ ജനങ്ങൾക്കും അറിയാം എന്നും അദ്ദേഹം പറഞ്ഞു. പ്രിയങ്കയ്ക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനാണ് കോൺഗ്രസ് MP ശ്രമിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി SP സിംഗ് ബാഗേൽ പറഞ്ഞു. ഇത് കേവലം യാദൃശ്ചികമല്ല. പ്രിയങ്കയ്ക്ക് ഇന്ത്യയുടെ നിലപാടറിയാം, അതിനെ പരിഹസിക്കുകയാണിപ്പോൾ. തണ്ണിമത്തൻ പലസ്തീൻ ബാഗിലൂടെ ഒരു സന്ദേശം അയക്കാൻ ശ്രമിക്കുന്നു. ഓരോ ജില്ലയ്ക്കും തനതായതും ആഗ്ര, കാൺപൂർ, ചെന്നൈ തുടങ്ങി നിരവധി നഗരങ്ങളിൽ നിർമ്മിക്കുന്നതുമായ ഒരു ഇന്ത്യൻ ബാഗ് പ്രിയങ്ക ഉപയോഗിച്ചിരുന്നു എങ്കിൽ സ്വദേശി ഉൽപ്പന്നം ഉപയോഗിക്കുക. അത് ആ വ്യവസായത്തെ വളരെയധികം ഉത്തേജിപ്പിക്കും. പലസ്തീൻ എന്നെഴുതിയ ഒരു ബാഗ് ചുമക്കുന്നതിലൂടെ മുസ്ലിം വോട്ടുകളെ തൃപ്തിപ്പെടുത്താനും ധ്രുവീകരിക്കാനുമാണ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും 4500 കിലോമീറ്റർ അകലെ കിടക്കുന്ന പലസ്തീനെ കുറിച്ച് വിലപിക്കുന്ന ഇവർ എന്തുകൊണ്ട് മുറ്റത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല? എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയെ എതിർക്കുന്നില്ല? കേന്ദ്രമന്ത്രി SP സിംഗ് ബാഗേൽ പറഞ്ഞു. ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്രം നടപടിയെടുക്കണമെന്നും ഉപയോഗശൂന്യമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഈ വിമർശനം ചവറ്റുകുട്ടയിൽ തള്ളുകയും ചെയ്തു. ബംഗ്ലാദേശിൽ നടക്കുന്ന അതിക്രമങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കും ഹിന്ദുക്കൾക്കും നേരെയാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം. അവർ ഇത്തരം ഉപയോഗശൂന്യമായ കാര്യങ്ങൾ പറയരുത് എന്നാണ് കേന്ദ്രമന്ത്രി SP സിംഗ് ബാഗേൽ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.